ലെപ്റ്റോസ്പിറോസിസ് അഥവാ എലിപ്പനി. പനിക്കൊപ്പം ഈ ലക്ഷണങ്ങൾ കണ്ടാൽ എലിപ്പനി സംശയിക്കണം. മഴക്കാലത്തും പ്രളയത്തിനു ശേഷവുമാണ് എലിപ്പനി കൂടുതലായി കാണപ്പെടുന്നത്. മലിനജലം, മണ്ണ് എന്നിവയുമായി സമ്പർക്കം ഉണ്ടായിട്ടുള്ളവർക്ക് രോഗസാധ്യത കൂടുതലാണ്. എങ്ങനെയാണ് ഈ രോഗം പടരുക? രോഗാണുക്കൾ കലർന്ന മലിനജലത്തിൽ ചവിട്ടുകയോ കളിക്കുകയോ ചെയ്യുമ്പോൾ രോഗാണു ശരീരത്തിൽ പ്രവേശിക്കാം. ലെപ്റ്റോസ്പൈറോസിസ് ബാക്ടീരിയയാണ് എലിപ്പനിയുണ്ടാക്കുന്ന ബാക്ടീരിയ. പേരുപോലെ തന്നെ ഇലകളിൽ വളർന്ന് പെരുകുന്ന ബാക്ടീരിയ ഇവയുടെ മൂത്രത്തിലൂടെ വിസർജിക്കുന്നു. ഒരു തുള്ളി എലിമൂത്രത്തിൽ കോടിക്കണക്കിന് ബാക്ടീരിയകളുണ്ടാകും. രോഗാണുക്കളുള്ള എലിമൂത്രം മണ്ണിലും മഴ പെയ്ത് വെള്ളത്തിലും എത്തുന്നു. ഇത്തരത്തിൽ വൃത്തിഹീനമായ വെള്ളത്തിലൂടെയാണ് എലിപ്പനി പകരുന്നത്. രോഗാണുക്കൾ കലർന്ന മലിനജലത്തിൽ ചവിട്ടുകയോ കളിക്കുകയോ ചെയ്യുമ്പോൾ രോഗാണു ശരീരത്തിൽ പ്രവേശിക്കാം. പ്രത്യേകിച്ച് ശരീരത്തിൽ മുറിവുകളോ പോറലോ വ്രണങ്ങളോ ഉണ്ടെങ്കിൽ രോഗാണുക്കൾ പകരാനുള്ള സാധ്യത കൂടും. ശരീരത്തിൽ മുറിവുകൾ ഇല്ലെങ്കിലും ദീർഘനേരം മലിനജലത്തിൽ പണിയെടുക്കുന്നവരിൽ ജലവുമായി സമ്പർക്കമുള്ള ത്വക്ക് മൃദുലമാകുകയും ആ ഭാഗത്തിലൂടെ രോഗാണു ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. കണ്ണ്, മൂക്ക്, വായ, ജനനേന്ദ്രിയം എന്നിവയുടെ മൃദുലമായ ചർമ്മത്തിലൂടെയും രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കാം. രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏകദേശം 10 ദിവസത്തിനകം 2 ദിവസം മുതൽ 4 ആഴ്ച രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടും. പ്രാരംഭ ലക്ഷണങ്ങൾ മറ്റ് പകർച്ചപ്പനികളുടേതുപോലെ ശക്തമായ പനി, തലവേദന, ശരീരവേദന എന്നിവയാണ്. പലപ്പോഴും ഇത് വൈറൽ പനി പോലെയുള്ള പനിയെന്ന് കരുതാം. ആരംഭത്തിലെ രോഗനിർണയം നടത്തി ചികിത്സ ചെയ്താൽ 100% ഭേദമാക്കാവുന്ന ഒരു രോഗമാണിത്. ലക്ഷണങ്ങൾ നോക്കാം. എലിപ്പനിക്ക് പല ലക്ഷണങ്ങളുണ്ട്. പെട്ടെന്നുണ്ടാവുന്ന ശക്തമായ പനി, പനിയോടൊപ്പം ചിലപ്പോൾ വിറയലും ഉണ്ടാവാം. ശക്തമായ തലവേദന, ശക്തമായ പേശിവേദന. കാൽമുട്ടിന് താഴെയുള്ള പേശികളിലും നടുവിനും ആണ് വേദന കൂടുതൽ അനുഭവപ്പെടുന്നത്. കണ്ണിന് ചുവപ്പുനിറം, കണ്ണുകൾ ചുവന്നു വീർക്കുന്നു. കണ്ണിന്റെ കൃഷ്ണമണിക്ക് ഇരുവശവും വെളുത്ത ഭാഗത്ത് ചുവപ്പുനിറം ഉണ്ടാകുന്നു. ഇതിനു കാരണം പനിക്കൊപ്പം കണ്ണുകളിലുണ്ടാവുന്ന രക്തസ്രാവമാണ്. രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിലൊന്നായി ഇത് ഉണ്ടാവുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കേണ്ടതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒട്ടും വൈകാതെ വൈദ്യസഹായം തേടേണ്ടതുമാണ്. മഞ്ഞപ്പിത്തം, ത്വക്കിനും കണ്ണുകൾക്കും മഞ്ഞനിറമുണ്ടാവുക, മൂത്രം മഞ്ഞ നിറത്തിൽ പോവുക എന്നിവ മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളാണ്. ശക്തമായ പനിയോടൊപ്പം മഞ്ഞപ്പിത്തം ഉണ്ടാവുന്നുവെങ്കിൽ എലിപ്പനി ആണോയെന്ന് ബലമായി സംശയിക്കണം. മഞ്ഞപ്പിത്തത്തോടൊപ്പം വിശപ്പില്ലായ്മ, മനംമറിച്ചിൽ, ഛർദി എന്നിവയും ഉണ്ടാവാം. ചിലർക്ക് വയറ്റിൽ വേദന, ഛർദി, വയറ്റിളക്കം, ത്വക്കിൽ ചുവന്ന പാടുകൾ എന്നിവ ഉണ്ടാവാം. എല്ലാവർക്കും എല്ലാ ലക്ഷണങ്ങളും കാണണമെന്നില്ല. രോഗാണുബാധയുള്ള ചിലർക്ക് ചിലപ്പോൾ ലക്ഷണങ്ങൾ ഒന്നും തന്നെ പ്രകടമാവണമെന്നില്ല. ലക്ഷണങ്ങൾ ഉണ്ടാവുന്നതനുസരിച്ച് രോഗത്തിന് 2 ഘട്ടങ്ങൾ ഉണ്ട്. ആദ്യ ഘട്ടത്തിൽ പനി, തലവേദന, ശരീരവേദന എന്നിവ ഉണ്ടാവുന്നു. അല്പദിവസത്തിനകം ഇവയ്ക്ക് ശമനം ഉണ്ടാവുന്നെങ്കിലും ചിലർ രോഗത്തിന്റെ 2ാം ഘട്ടമായ ഗൗരവമായ വൃക്ക പരാജയത്തിലേക്ക് കടക്കുന്നു. എലിപ്പനി കരളിനെ ബാധിക്കുമ്പോൾ മഞ്ഞപ്പിത്തവും, വൃക്കകളെ ബാധിക്കുമ്പോൾ മൂത്രത്തിന്റെ അളവ് കുറയുക, രക്തം കലർന്ന മൂത്രം പോവുക, കാലിൽ നീരുണ്ടാവുക എന്നിവയും ഉണ്ടാകുന്നു. ചിലരിൽ രക്തസ്രാവം ഉണ്ടാവാം. എലിപ്പനി തടയാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മലിനജലത്തിൽ ഇറങ്ങരുത്. വെള്ളപ്പൊക്കമുള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതായി വന്നാൽ കാലുകൾ മറയ്ക്കുന്ന തരത്തിലെ ബൂട്ടുകൾ ധരിക്കുക. വീട്ടിലും പരിസരത്തും ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കഴിവതും ഇറങ്ങരുത്. പ്രത്യേകിച്ച് കുട്ടികളും മറ്റും ഇത്തരം വെള്ളത്തിൽ ഇറങ്ങിക്കളിക്കാൻ സാധ്യതയുണ്ട്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ജോലി ചെയ്യുമ്പോൾ റെയിൻകോട്ടും കൈയുറകളും ഉപയോഗിക്കുക. മലിനമായ വെള്ളത്തിലോ മണ്ണിലോ ഇറങ്ങിയാൽ തിരികെ വന്നതിന് ശേഷം കൈകൾ നന്നായി കഴുകുക. മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. മലിനജലം കെട്ടിക്കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വെള്ളത്തിൽ മുങ്ങിക്കിടന്ന ഭക്ഷണവസ്തുക്കൾ ഉപയോഗിക്കരുത്. അതോടൊപ്പം ഭക്ഷണവസ്തുക്കൾ നല്ലതുപോലെ വേവിച്ചും കുടിവെള്ളം 1 മിനിറ്റ് എങ്കിലും തിളപ്പിച്ചും വേണം ഉപയോഗിക്കാൻ. എലികളും മറ്റും ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കണം. എലികളെ കൊല്ലാനായി എലിക്കെണികൾ പോലുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. എലിവിഷം ഈ സമയത്ത് അപകടകരമാണ്, ഒഴിവാക്കുക. ആരോഗ്യപ്രവർത്തകർ നൽകുന്ന മുൻകരുതലുകൾ സ്വീകരിക്കണം. ആരോഗ്യപ്രവർത്തകർ പ്രതിരോധ മരുന്ന് കഴിക്കാൻ ആവശ്യപ്പെടുന്ന അവസരത്തിൽ നിർദ്ദേശിക്കുന്ന അളവിലും രീതിയിലും കഴിക്കണം. സ്വയം ചികിത്സ പാടില്ല.